തൂക്കിയടി ഒരു പക്ക മാഡ്നസ് പരിപാടിയാണ് ഇത്. ലോജിക് മടൽ വെട്ടി അടിക്കണം, ലോജിക് ഒന്നുമില്ല. തിയേറ്ററിലെ പൂരപ്പറപ്പാണ് ഫസ്റ്റ് ഹാഫ്. ഇന്നത്തെ ഓരോ ഡയലോഗും ദിലീപേട്ടന്റെ മറ്റേ BDS ഫെമിനിസ്റ്റുകൾക്കുള്ള അണ്ണാക്കരടിയാണ്. ദിലീപിനെ വെച്ച് അവരാധം പറയണ ആരെങ്കിലും വരട്ടെ, അവർക്ക് ഇനി ഒരാളുണ്ട്, സെക്കൻഡ് ഹാഫിൽ ഒരാളുണ്ട്. എന്റെ പൊന്നോ, അതുകൂടെ വരുമ്പോ തിയേറ്റർ പൊട്ടി. ദിലീപ് സൂപ്പർ, എല്ലാരും അണ്ണാക്കി. ഇനി ഇവിടെ കിടന്ന് വരുന്ന IFFK കിടന്ന് നിരങ്ങുന്ന കുറേമാരുണ്ട്, അവരെ അണ്ണാക്കിലാണ് കൊടുത്തിട്ടുള്ളത്. ഭാഗ്യലക്ഷ്മി പറഞ്ഞില്ലേ ആള് കയറില്ലാന്ന്, ആള് നോക്ക്. ദിലീപേട്ടന്റെ തിരിച്ചു വരവ് അത് തന്നെ പറയാനുള്ളൂ. ദിലീപേട്ടൻ വന്ന് ഇന്റർവെൽ ഓക്കെ ആക്കി, ഇനി ലാലേട്ടന്റെ അഴിഞ്ഞാട്ടോ. തൂക്കിയടി ഒരു പക്ക മാഡ്നസ് പരിപാടിയാണ് ഇത്. ലോജിക് മടൽ വെട്ടി അടിക്കണം, ലോജിക് ഒന്നുമില്ല. തിയേറ്ററിലെ പൂരപ്പറപ്പാണ് ഫസ്റ്റ് ഹാഫ്. ഇന്നത്തെ ഓരോ ഡയലോഗും ദിലീപേട്ടന്റെ മറ്റേ BDS ഫെമിനിസ്റ്റുകൾക്കുള്ള അണ്ണാക്കരടിയാണ്. പൊളിച്ചത് എന്ന് വെച്ചാൽ കിടിലം, കിട്ടാനുള്ള എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. ഇച്ചാതി സാധനം ഫസ്റ്റ് ഹാഫ് ഇങ്ങനെയെങ്കിൽ സെക്കൻഡ് ഹാഫിന് ഇനി എക്സ്പെക്ടേഷൻ വേണ്ട. നെഗറ്റീവ് അടിച്ചവർക്ക് തിരിച്ചടി. ഇതിനെ പറ്റി ദിലീപിനെ വെച്ച് അവരാധം പറയണ ആരെങ്കിലും വരട്ടെ, അവർക്ക് ബാക്കിയുള്ള കാര്യം നോക്കാം. ദിലീപ് കംബാക്കിന്റെ അങ്ങേയറ്റ സാധനം. പഴയ ക്ലീശ ഒന്നുമില്ല, പുതിയൊരു മനുഷ്യൻ. ഞാൻ വിനീത് ശ്രീനിവാസ് അല്ലേ ധ്യാനൊക്കെ കയ്യടി കെട്ടി ഈ സിനിമ, ഈ ഒരു ഭാഗം ഇച്ചാതി സാധനം. എക്സ്പെക്ടേഷൻ ഇല്ല ഒന്നുകൊണ്ടാണ് എന്താന്ന് അറിഞ്ഞൂടെ. പാട്ടൊക്കെ ഉണ്ട്, ഫൈറ്റ് സീനിൽ കൊണ്ട് പാട്ട് 9 രോമാഞ്ച് തലയൊക്കെ കിടന്ന് പൊട്ടുക. തൊണ്ട ഇപ്പോഴും അടിച്ചായിരിക്കും, സൗണ്ട് ഒന്നും പുറത്തു വരില്ല. അവിടെ ഏറ്റവും വലിയ പ്രശ്നം ഇനി ഒരാളുണ്ട്, സെക്കൻഡ് ഹാഫിൽ ഒരാളുണ്ട്. എന്റെ പൊന്നോ, അതുകൂടെ വരുമ്പോ തിയേറ്റർ പൊട്ടി കൺഫേം. ഒന്നും പറയില്ല, തൊണ്ട അടിച്ച് വെള്ളം കുടിക്കേണ്ടത്. മാഡ്നസ് ബ്രോ, മാഡ്നസ്. ഇനി ലാലേട്ടൻ എൻട്രിക്ക് വെയിറ്റിങ് ബ്രോ. ഫൈറ്റ് സീൻ ഒരു രക്ഷയില്ല ബ്രോ. സത്യം പറഞ്ഞ എക്സ്പെക്ടേഷൻ ഒരു 50-50 ചാൻസ് ഒന്നും ഞാൻ കയറിയതാണ് ബ്രോ. എൻ്റെ തൊണ്ടെല്ലാം പോയി, അത്രയ്ക്ക് മാഡ്നസ് ആണ് ബ്രോ. ഇനി ലാലേട്ടൻ്റെ കൂടെ വരുമ്പോൾ എൻ്റെ തൊണ്ട മൊത്തം അടിച്ച് പോകും ബ്രോ. ദിലീപ് സൂപ്പർ, എല്ലാവരും അണ്ണാക്കി. ഇനി ഇവിടെ കിടന്ന് വരുന്ന IFFK കിടന്ന് നിരങ്ങുന്ന കുറേമാരുണ്ട്, അവരെ അണ്ണാക്കിലാണ് കൊടുത്തിട്ടുള്ളത്. എനിക്ക് സെക്കൻഡ് ഹാഫും കൂടെ അനിയന് ചേട്ടൻ അടിപൊളിയായിരിക്കും. നോക്കിയോ, സീറ്റ് ഇരിക്കാൻ പറ്റുന്നുണ്ടോ? അവിടെ എണീച്ച് കൈയിടിയായിരുന്നു നമ്മളെല്ലാവരും കൂടെ. തൊണ്ട പോയി ബ്രോ. ഫസ്റ്റ് ഹാഫ് പൊളിച്ച് അവസാന ഇന്റർവെല്ലില് ഹാഫിന്റെ അവിടെ പൊളിച്ച് ഒന്നും പറയല്ല. അടിപൊളി, ഒരു രക്ഷയില്ല. കംബാക്ക് എന്ന് തന്നെ പറയാം, അടിപൊളിയായിട്ടുണ്ട്. അത് സമയം പോണ 1.25 മണിക്കൂർ പോയത് അറിഞ്ഞില്ലടാ. ഒരു രക്ഷയില്ല. കളിയാക്കൾക്കുള്ള മറുപടി തന്നെയാണിത്. ഒരു ഭാഗ്യലക്ഷ്മി പറഞ്ഞില്ലേ ആള് കയറില്ലാന്ന്, ആള് നോക്ക്. പക്ഷേ ഇത് സിറ്റിയിൽ ഇല്ലാത്തതുകൊണ്ടാണ്. പക്ഷേ നാളെ തൊട്ട് നോക്കിയോ, ലെവൽ മാറും. അടിപൊളിയായിട്ടുണ്ട്. വലിയ പ്രതീക്ഷയൊന്നുമില്ല ബ്രോ. ഇല്ല, ഈ ഇവർ പറയുന്നത് പോലെയൊന്നുമില്ല. കുഴപ്പമില്ല, കൊള്ളാം. പിന്നെ കണ്ടോണ്ടിരിക്കുക ജസ്റ്റ്, അത്രയും വലിയ ഫാൻസ് അല്ലേ ഇപ്പോൾ. ഫാൻസിന് വേണ്ടിയുണ്ട്. അതാണ് ശരി, വേറെ ഒന്നുമില്ല. കുഴപ്പമില്ല, കൊള്ളാം, അത്യാവശ്യം കൊള്ളാം. പിന്നെ വലിയ ഇപ്പം പ്രതീക്ഷിച്ച് വരണ്ട, അത്രേ ഉള്ളൂ. പഴയടെ തന്നെ അസൽ ഭ്രാന്ത മൂവി. നല്ലതാ, സൂപ്പർ. ഇന്റർവെൽ ഒരു അടിപൊളി, ഒരു രക്ഷയില്ല. ദിലീപേട്ടന്റെ തിരിച്ചു വരവ് അത് തന്നെ പറയാനുള്ളൂ. ദിലീപേട്ടൻ വന്ന് ഇന്റർവെൽ ഓക്കെ ആക്കി, ഇനി ലാലേട്ടന്റെ അഴിഞ്ഞാട്ടോ. അത് മാത്രമേ ഉള്ളൂ. പട ഹെവി, സൂപ്പർ, അടിപൊളി. പറയാൻ വാക്കുകളില്ലെന്ന് തന്നെ പറയാം. അടിപൊളി, ഗംഭീരമായിട്ട് അഴിഞ്ഞാട്ടം തന്നെയാന്ന് പറയാം. ഫസ്റ്റ് ഹാഫ് അത്ര ഇതായിട്ടുണ്ട്, എനർജിയും. കാരണം നമ്മൾ ലോജിക്ക് അങ്ങനത്തെ കാര്യങ്ങൾ നോക്കണ്ട. ഇപ്പോൾ നിലവിൽ ലോജിക്കിൻ്റെ കാര്യമായി സംസാരിക്കുന്നത്. പക്ഷേ മാഡ്നസിൻ്റെ പീക്ക് ലെവലിൽ തന്നെ നിൽക്കുകയാണ് ഫസ്റ്റ് ഹാഫ്. ഒരു ഇപ്പോൾ ഈ ഇൻ്റർവെൽ പഞ്ചിൻ്റെ അവിടെ ഒരു ഫൈറ്റ് സീനിലാണ് ഈ പടം നിൽക്കുന്നത്. ആ ഫൈറ്റ് സീനിൽ പറഞ്ഞ ഒരു ബാക്ക്ഗ്രൗണ്ട് മിക്സും ഒരു പഴയ സോങ്സിൻ്റെ ഒരു സെഗ്മെൻ്റ് ഉണ്ട്. അത് അതിഗംഭീരമായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട്. ബാക്കി ഇനി വരാൻ കിടക്കുന്ന 1-2 ക്യാമിയോ അല്ല, നേരത്തെ പറഞ്ഞുള്ള ഇനി എന്തെങ്കിലും പുതിയ ക്യാമിയോ ഉണ്ടോ എന്ന് അറിയത്തില്ല. വന്നവരെല്ലാം അടിപൊളിയായിട്ടുണ്ട്. ഇനി വരാൻ ഒരുപാട് പേരുണ്ട്. അതിൽ പ്രത്യേകിച്ച് നമ്മൾ കാത്തിരിക്കുന്ന ഒരാളും കൂടെ ഉണ്ട്. അപ്പോൾ അതും കൂടെ വരുമ്പോഴത്തേക്കും പടം വേറെ ലെവലാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സെക്കൻഡ് ഹാഫ് കണ്ടുമ്പോൾ അറിയാം. അതെ, പുള്ളിയുടെ കരവിനാണ് നമ്മൾ വന്നത് തന്നെ ആദ്യം. പക്ഷേ ഇപ്പം ഫസ്റ്റ് ഹാഫിൽ പുള്ളി വന്നിട്ടില്ല. എന്നിട്ടും പടം അതിഗംഭീരമായിട്ട് തോന്നി. സെക്കൻഡ് ഹാഫ് എങ്ങനെയാണെന്ന് അറിയത്തില്ല. അത് സെക്കൻഡ് ഹാഫ് കണ്ടതിന് ശേഷം തീരുമാനിക്കുക. എന്നാലും വെയിറ്റിംഗ് ആണ്. ഫസ്റ്റ് ഹാഫ് നോ ലോജിക്, ഒൺലി മാഡ്നസ്, ഒൺലി ദിലീപ് ഷോ. സെക്കൻഡ് ഹാഫിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ലാലേട്ടൻ ഷോയ്ക്ക് വേണ്ടിയിട്ട് സൂപ്പറായിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് ഒരു രക്ഷയില്ല, അടിപൊളി. അഴിഞ്ഞാട്ടം, ഒരു രക്ഷയില്ലാതെ അഴിഞ്ഞാട്ടം, അടിപൊളി. നമുക്ക് ഇരിക്കാൻ സമയമില്ല, അത്രയ്ക്ക് അടിച്ചുപൊളിയാണ്. സൂപ്പർ പടം, വേറെ രക്ഷയില്ല.